ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. വീണ്ടും വാർസിൻ്റെ അടുത്തൊരു പാർട്ടായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇത് കളിക്കുമ്പോൾ നമ്മളോട് പറഞ്ഞിരുന്ന ഒരു അൾട്രാ ന്യൂക്ലിയർ ബോംബൊക്കെ വാങ്ങി, ബോംബല്ല ഒരു ബാറ്ററി വാങ്ങാൻ വേണ്ടിയിട്ട് പൈസ വേണം. ആ പൈസ എത്ര വെച്ചാൽ 3000 രൂപയായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് 3000 രൂപ ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിൽ നമ്മളത് നെഗറ്റീവ് ബാക്കിയുള്ള മെഷീനെ കൂടി കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്നതാണ്. ഡോർ ഓപ്പണി എന്താ എടുക്ക്. ഓക്കെ, എടുത്ത് TSI എന്നിട്ട് എന്താ പ്രശ്നം നമ്മളിപ്പോൾ 3252 രൂപ ഉണ്ട്. നമ്മളെ ട്രക്കാണ് ഉണ്ടത്. പൊതുവെ നമുക്ക് നേരെ ട്രക്ക് എടുത്തിട്ട് നമുക്ക് കില്ലിനെ കാണാൻ പോവാം. ഈ ഭാഗത്താണ് നമ്മൾ കില്ലിൻ്റെ വീടുള്ളത്. ലെറ്റ്സ് ഗോ. നമുക്ക് കിരിൽ കൊടുത്തി. പേടിച്ചിട്ട് കിരിൽ ബ്രോ, ഞാൻ വന്നു. അൾട്രാ ന്യൂക്ലിയർ ബോംബ് അല്ല ബാറ്ററി വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. യു ഫൗണ്ട് ദ മോൾ. I can build it. അപ്പോൾ 40 കിലോ saved for the money. Charge ultra mega nuclear power battery. Call my supercharger ultra mega nuclear power battery guys. എന്തിനാകട്ടെ, നമുക്ക് ഈ ബാറ്ററി വാങ്ങിക്കാൻ പോകണം ഗൈസ്. ഞാൻ ഇവിടെ ഒരു കാര്യം കണ്ടിരുന്നു. പക്ഷേ ഈ കാർഡിൽ തന്നെ നമുക്ക് പോവാം. ഈ ഭാഗത്തല്ല, ആ ഭാഗത്തേക്ക് പോകുന്ന സ്ഥലത്താണ് ഗൈസ് നമ്മളെ അൾട്രാ ന്യൂക്ലിയർ ബാറ്ററി ഉള്ളത്. അതുതന്നെ നമുക്ക് പോയിട്ട് എടുക്കാം. അതെടുക്കുന്നതിനായി നമുക്ക് പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്ത് കൂടെ ഉള്ള ഇതിൽ കൂടെ പോകണം. നല്ല ടൈമിൽ ഇതിൽ വണ്ടിടിക്കാൻ ചില കണ്ടാണ്ടല്ലോ. നമ്മളെന്നെ ഗെയിം കളിക്കണം, അവരെ ഗെയിം കളിക്കാൻ തോന്നുന്നത്. പോയതിപ്പോൾ ട്രെയിനാ അവിടെ പോയത് ആണെന്ന് തോന്നുന്നു. നമുക്ക് പിന്നെ പോയേക്കാൻ സമയമില്ല. ഇടുക്കല്ലേ, അൾട്രാ ന്യൂക്ലിയർ പവറുള്ള ബാറ്ററി വാങ്ങിക്കൊള്ളാം. ആരും മുന്നേ വന്നിട്ട് എല്ലാവരും ഇടിച്ച് തെറിപ്പിച്ച് പോയി. ഞാൻ പറഞ്ഞില്ല വേണ്ട. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് കഴിച്ച് വാങ്ങിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഏത് നിന്ന് വിച്ച് ഫംഗ്ഷൻ ഈ സ്റ്റോറിൽ തന്നെ ഇതുകൊണ്ട് ഇപ്പോൾ വണ്ടി എടുക്കുക. അതന്നെ തന്നെ ഇവിടെ ഒന്നും മാറ്റില്ല. തുറക്കട അതിന് പൈസ അടക്കൊണ്ട് പാട്ടുണ്ട്. ഇനി എൻ്റെ ന്യൂക്ലിയർ പവർ ബാറ്ററി എവിടെ? ബ്രോ, എൻ്റെ ന്യൂക്ലിയർ പവർഡ് ബാറ്ററി പൈസ കിട്ടില്ല കേട്ടോ. ഓക്കെ, ഞാൻ ന്യൂക്ലിയർ പവർഡ് ബാറ്ററി ഇതിൻ്റെ സെറ്റ് നമുക്ക് ഇനി കിരിലിൻ്റെ അടുത്ത് പോയിട്ട് കാണാം. അവൻ്റെ ഒരു ടിക്കൽ പോകാണ്ട്. നമുക്ക് കിരിലിന് പോയി കാണാം. വേഗം കിരിലിൻ്റെ വീട്ടിലേക്ക് നമുക്ക് ചിലപ്പോൾ വൈകിട്ട് വാറട്ടോ. അത്യാവശ്യം അടിപൊളി അല്ല, അങ്ങനെ പെട്ടെന്ന് വീണൊന്നും കേടില്ല. ചെറിയ വൈകി ഇടാം.
അല്ല കിടാ താറാ ഇല്ലച്ചാ ഞാൻ വന്നു. എന്തായാലും ബ്രേക്ക് അടിക്കുമ്പോൾ കുറച്ച് പാടാട്ടോ. വെച്ചോ അച്ഛനെ ഞാനെത്തി. യു ബ്രോട്ട് ദ ബാറ്ററീസ്. It's turning on. I'll try to hack now. Oh no. I think we hacked the whole gang and now they are coming. Can you go and get rid of them? They're in the farm field. Hurry. Okay. അതിനു മുമ്പ് നമുക്ക് ഇതിന് തോക്കിടാൻ കഴിയും ഗൈസ്. തോക്ക ബോംബേട്ടോ സേഫ്റ്റി. അല്ലെങ്കിൽ നമ്മളുടെ ഒരടിച്ച് കൊന്ന പിന്നെ പ്രശ്നമല്ലേ. എനിക്ക് ഗൺഷോപ്പ് ആയിട്ട് 2 ഗണ്ണ് വാങ്ങിക്കാം. ഇവിടെ നമ്മൾ ഗൺഷോപ്പ് എവിടെ ഇരുന്ന് അതവിടെ ആയിട്ടാണ് എല്ലാ ഗ്യാനുണ്ട് കണ്ടിട്ട് വന്നാലോ. എന്തൊരു ഇത് കണ്ട NCPC ഇങ്ങനെയാണ്. ഗൺഷോപ്പ് എവിടെ? ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കണ്ടാണല്ലോ. ഫീൽഡ് ഏതാ നമുക്ക് അത് ട്രെവറിൻ്റെ കണ്ണു അല്ലേ. നെക്സ്റ്റ് തുറക്കി ബ്രോ എന്തൊക്കെ ടൈപ്പ് ഗൺസ് ഉണ്ട്? ഞാൻ ഒരു പിസ്റ്റൽ വാങ്ങിച്ചാലോ. പിസ്റ്റലെങ്കിൽ പിസ്റ്റല് പൈസ എറിഞ്ഞു കൊടുക്ക്. അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്താലോ. നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് AK-47 വാങ്ങിക്കാം. ഒരു മിനിറ്റ്. ഓക്കെ നമ്മൾ കുറേ പേരിലിരുന്ന് പൈസ ഇങ്ങനെ അതിൻ്റെ പിരിവൊക്കെ ഇട്ടിട്ട് നമ്മൾ പൈസ ഉണ്ടാക്കിയിട്ട് നമുക്ക് 500 AK-47 വാങ്ങിക്കാം. എന്താ NCPC ഒക്കെ എന്താ ഇതിൻ്റെ ഉള്ളിലേക്ക് വണ്ടിയിട്ടിരിക്കേ. എന്തൊരിതായത് പർച്ചേസ് ബ്രോ. നമുക്ക് കുറച്ച് ആമോ വാങ്ങിക്കാം. ഗണ്ണ് വാങ്ങിക്കാം. അല്ല ഇത് വാങ്ങിക്കാം. ആമോ വാങ്ങിക്കാം. ഓക്കെ സെറ്റ്. ഗെയിം ഒന്ന് സേവ് ചെയ്യാം. നമുക്ക് ഫാം ഫീൽഡിൽ കണ്ട് പോവാം. നേരെ ഫാം ഫീൽഡിൽ പോയിട്ട് ഇനി വേറെ വർത്താനം പറിച്ചില്ല. ഇത് ഇപ്പന്മാരില്ലായി ഫസ്റ്റിന് ബോംബിട്ടുണ്ട് ഇറങ്ങാം. അത് ട്രെവറിൻ്റെ പോലത്തെ ഒരു വണ്ടി എടുത്തിട്ട് നമ്മൾ രക്ഷപ്പെടുന്നത്. ഇതും പറഞ്ഞ് ഫാം ഫീൽഡിലത്തെ ആൾക്കാർ ഏതാ ഏതെന്ന് അറിയില്ല. നമുക്ക് എന്തെങ്കിലും കോപ്ഷൻ യൂസ് ചെയ്യാം. എസ്കേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇല്ല ഈ പറഞ്ഞ ആരാടാ? ഞങ്ങൾ മനസ്സിലായി. ഈ ഫാം ഫീൽഡിലാണെന്ന് തോന്നി. അച്ഛനായിട്ട് മാസ് മരിയാണ്ട് കാണിച്ചില്ല. വാടാ എല്ലാത്തിനും കൊല്ലി. എല്ലാത്തിനും കൊല്ലി. എല്ലാത്തിനും കൊല്ലണം. സക്കിന്
ചാവത്ത് ഒന്നേ കംപ്ലീറ്റ് ഇങ്ങനെ എന്ത് ഇതാ പൈസ നിങ്ങൾ പോലീസിൻ്റെ മുന്നിൽ എസ്കേപ്പ് ആവേ ഇതിൽ മച്ചാനെ രക്ഷിക്കടാ മച്ചാനെ കില്ലേ എങ്ങനെയെങ്കിലും രക്ഷിക്കടാ എനിക്ക് ഇത്രയൊക്കെ സഹായം ചെയ്തിട്ട് ഒന്നുമില്ല ഒരു സഹായം ചെയ്യില്ല എന്തറിയും ഇങ്ങനെ ഇങ്ങനെ ആവരുത് ഞാൻ കാറെടുത്ത് മൂന്ന് വയസ്സ് വേറെ വഴിയില്ല മുങ്ങ എങ്ങനെയും ആ കോപ്പുകളെ തേന്ന് എസ്കേപ്പ് ആവണം പിന്നെ നമ്മൾ ലൂസ് കോപ്പിൽ അങ്ങനെയാണ് എസ്കേപ്പ് ആവുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇനി സമയമില്ല ഇനി പോട്ടെ വാനിഷ്ടു നമ്മൾ ഗ്യാങ്ങിനെയും കൊന്നുണ്ട് നമ്മളടുത്ത് AK-47 ഉണ്ട് അതാണ് നമ്മളെ ലെറ്റ്സ് ഗോ കിരിൽ മച്ചാരുടെ പോവുക ഓ ആ സ്പീഡ് മച്ചാനെ ഞാൻ ഇവിടെ എത്തിട്ടാ ഇവിടെ അല്ലല്ലേ സോറി മച്ചാനെ ഞാൻ ഇവിടെ എത്തി ഒന്നും പേടിക്കാൻ ആവശ്യമില്ല അടുത്ത ടാസ്ക് പറയും നമ്പർ to have the right time while waiting. ഓക്കെ എന്താ വെച്ചാൽ ഞങ്ങൾ കിൽ മച്ച എന്താ പറഞ്ഞു വെച്ചാൽ നമ്മൾ മറ്റേ റിച്ചിയുടെ ജയിൽ നമ്പറില്ലേ അത് പോയിട്ട് ഫോട്ടോ എടുത്തിട്ട് പിന്നെ കാണിച്ചു കൊടുക്കണം ഇതൊക്കെ ഈ കാറൊക്കെ നല്ല പെർഫെക്റ്റ് ആയിരിക്കും നമ്മളൊക്കെ 2-3 പ്രാവശ്യം ഇടിച്ചിട്ടാണെങ്കിലും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നിർത്തും അത്രേ ഉള്ളൂ നമ്മൾ പെർഫെക്ഷണൽ ആയിട്ടുള്ളൊരു അത് എന്താ പിന്നെ എങ്ങനെയൊക്കെ വണ്ടി ഓടിക്കൊന്നും അറിയില്ല പോട്ടെ ഞാൻ പോകാൻ സ്പീഡ് ഇപ്പോൾ എത്ര km/h സ്പീഡിലാണ് പോണത് ഇടിച്ചെന്തായാലും നന്നായിട്ടാ റിച്ചി ബ്രോ ഐ ആം ഹിയർ ഒരു ഫോട്ടോ എടുത്താലേ നമുക്ക് അപ്പോൾ ഗൈസ് ഞാനും റിച്ചി ബ്രോയും കൂടിയിട്ടൊരു ഫോട്ടോ എടുക്കുകയാണ് ഫോട്ടോ എടുത്ത് ഇവിടെ എന്താ ഇതിലാരാ അതിൽ റിച്ചി ബ്രോ ഇതാരാ മല്ലൂരാജ് ലെറ്റ്സ് ഗോ ഒരു ഹെലികോപ്റ്റർ എടുത്ത് നമുക്ക് നമ്മളെ കിലിൻ്റെ അടുത്ത് പോവാം പോലീസുകാർ എടുക്കണോ ഹെലികോപ്റ്റർ എടുക്കാം ബെറ്റർ കൊന്ന് നമ്മൾ നല്ല ഉയർത്തുകളിട്ട് പോണം പ്ലീസ് അവിടെയാണ് ഞങ്ങളെ കിരണിൻ്റെ വീട് അവിടെ പോയിട്ട് സേഫ് ലാൻഡിങ് ചെയ്യാനാണ് കിരണിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ പോയിട്ട് ലാൻഡ് ചെയ്യുക കിരണിൻ്റെ വീട്ടിൻ്റെ മുന്നിലാണ് നമ്മൾ പോയി ലാൻഡ് ചെയ്യാൻ പോവാം വീട്ടിന് മുന്നിൽ എന്തായാലും ലാൻഡ് ചെയ്യാൻ പറ്റില്ല മനസ്സിലായി നമുക്ക് ഇവിടെ ആയിട്ട് തൽക്കാലം ലാൻഡ് ചെയ്യുക അയ്യവ ഹെലികോപ്റ്റർ കിടന്നിട്ട് കറങ്ങി കളിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തോട്ടെ നമുക്ക് നേരെ കിലിനെ പോയി കാണാം
വേഗം ഫാസ്റ്റർ. ഹായ്, അടുത്ത മിഷൻ എന്തൊക്കെയാണ്? I saw the photo you sent me on group chat. Yes, correct. When you went on the police come looking for some guy who beat up the highway dudes. Okay, I think those highway dudes must have told the cops. When you shop open the drive. ഓക്കെ, മനസ്സിലായി. നമുക്ക് മറ്റേ ടാക്സി ഓടിക്കണം. അതാണ് മച്ചാൻ പറഞ്ഞിരുന്നത്. 3 ആൾക്കാരെ ഡ്രോപ്പ് ചെയ്യണം. ഡൂബർ ആൻഡ് ഡ്രോപ്പ് 3 ഡൂഡ്സ് ഇൻ എ റോ. ഒപ്പാക്കണം. ഇതെന്താണ് ആകർഷിക്ക്? അത് കുറച്ച് റിസ്ക് ആവുന്നുണ്ട്. കാരണം ഇതിൽ വലിയതില്ല. ഒരെപ്പോഴാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും എവിടേക്ക് വേണമെങ്കിലും ജീവിക്കാൻ പറയും. അങ്ങനത്തെ ആൾക്കാർ ഇവരൊക്കെ. എനിക്ക് ഈ ജോലി തീരെ ഇഷ്ടമായിട്ടാണ്. ഞാൻ കില്ലിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും. പക്ഷെ ഇത് മാത്രം കില്ലിനോട് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ചെയ്യില്ല. കാരണം എനിക്ക് ഈ ജോലി ഇഷ്ടമല്ല. ഞാൻ ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട് പൈസ ഇട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത് ചെയ്യാനുള്ള ഇതില്ല. നമ്മൾ പറന്നൊക്കെ വരുന്ന ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരാളാക്കി കോപ്പൾ കൊണ്ട് വലുതാത്ത കഷ്ടമല്ലോ. ഇതൊരു ഡൂബറിൽ കയറി. ഇത് നമ്മൾ കാറല്ലേ? ഓ മൈ ഗോഡ്. നമ്മൾ ഡൂബർ ഓടിച്ചിട്ട് ഇങ്ങനെ നടക്കാം. കോപ്പള് നമ്മളെ പിന്നാലെ. ഏതാ പാട്ടല്ലേ? പാട്ട് ഓഫ് ചെയ്യാൻ പറ്റുമെങ്കിൽ എസ്കേപ്പ് ചെയ്യേണ്ടത്. നമ്മൾ എസ്കേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തേക്ക് പോവാം. ഞാനിഷ്ടം അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ആ ഭാഗത്തായിട്ടാണ് നമുക്ക് അടുത്ത ഡൂഡിന് എടുക്കാനുള്ളത്. ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ്റെ ആ ഭാഗത്ത് നിർത്താമല്ലോ. അതാണ് നല്ലതെന്ന് തോന്നുന്നു. കൺസ്ട്രക്ഷൻ ഏരിയൻ്റെ ഇവിടുന്ന് തന്നെ ബ്രേക്ക് കൊടുത്താൽ അവിടെ പോയിട്ട് നിൽക്കില്ലേ? അല്ല, കറക്റ്റ്. ഞാൻ ചേട്ടനും കൂട്ടിയിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒന്നുമില്ല. അത്ര വിഷാറൊന്നുമില്ല. നിങ്ങളൊന്നും സംശയം കയറുന്നു. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഞാനൊന്നും നിങ്ങളെ പറ്റിയിട്ടൊന്നും അങ്ങനെ ചെയ്യുകയില്ല. ഞാൻ ഈ ഡൂബർ ഓടിക്കുന്ന ഒരു ഡ്രൈവറാണ്. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ഓടിച്ച് പോയിക്കോട്ടെ. ഞാനും പോലീസിനൊന്നും കൊണ്ട് കേസ് കൊടുക്കരുത്. ഞാൻ പാവൻ ഡൂബർ ഓടിക്കുന്ന ഒരു പാവൻ ഡ്രൈവറാണ്. ഡൂബർ പോയിക്കോളൂ. അതിന് ലാസ്റ്റ് ആള് ഇയാൾ തന്നെ ആയിക്കോട്ടെ. എല്ലാത്തിനും 50 സെക്കൻഡെങ്കിലും തന്നു തുടങ്ങിയിട്ട് അടുത്ത സ്ഥലം ഇവിടുന്ന് അതിൻ്റെ അവിടേക്ക് വണ്ടി തിരിക്കണ്ട. ഇങ്ങനെ ആവണം കുട്ടികളാകുമ്പോൾ. കുട്ടികളല്ല, നല്ല ആൾക്കാരാകുമ്പോൾ ഇങ്ങനെ ആവണം. നല്ല മനസ്സിൻ്റെ ഉടമയുള്ള ഒരാളാണ് ഈ ഇന്ത്യ ടാക്സിൽ ഇപ്പോൾ ഇരിക്കുന്ന ആൾ. എനിക്ക് പറയാനും തോന്നില്ല. പറയാൻ തോന്നില്ലായിരുന്നു. സത്യം പറയാലോ, എനിക്ക് തോന്നുന്നു ഇവർ രണ്ടാണ് ഈ ലാബിൽ അല്ലെങ്കിൽ ഫീൽഡായിട്ടും പണിയെടുക്കണമായിരുന്നു കേട്ടോ. നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് ഗോ ബ്രോ. പിന്നെ അടുത്ത് കിരീലിൻ്റെ അടുത്ത് നമുക്ക് തിരിച്ചു പോവാം. നല്ല പൈസയും കിട്ടിയിട്ടോ, അത് വേറെ കാര്യം. കിരീൽ മച്ചായ്, ഐ ആം കമ്മിങ്. നമുക്ക് മച്ചാൻ്റെ അടുത്ത് പോവാം. ഞാൻ ഡൂബർ ഓടിക്കുന്ന ഞാൻ ഡൂബർ ഓടിക്കുന്ന ഒരാളല്ല. എനിക്ക് ഡൂബർ എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താ പറയുക, ദേഷ്യമുണ്ട്. ഞാൻ ഡൂബർ ഓടിക്കുന്ന ഒരാളല്ല. എന്തിനാണ് മണ്ടാ പോയി ഇടിക്കണേ? ഇതിനാണെങ്കിൽ കൺട്രോളും കിട്ടിയില്ല. ഒരു ചായ വണ്ടിട്ടാ. അത് എസ്കേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എസ്കേപ്പ് ചെയ്തതിൻ്റെ ശേഷം
കിരിൽ മച്ചാൻ്റെ അടുത്ത് വരാം. ബ്രോ വാനിഷ്ഡ്. ഞങ്ങൾ പ്രേതാണ്. പെട്ടെന്ന് പ്രതീക്ഷ ലെറ്റ്സ് റിച്ചി ബ്രോ ആകാൻ പോവാണ്. എന്നിട്ട് നേരെ പോലീസുകാരൊക്കെ പറക്കുക. വേറെ ഒന്നുമില്ല, ഒന്നും നോക്കാല്ല, പോലീസുകാരൊക്കെ പറക്കുക. നമുക്ക് 5 സ്റ്റാർ R&D ലെവലൊക്കെ കേട്ടോ. ഫുൾ സീൻ മാസ് അച്ചാതി ലെവല്. വണ്ടി പോലീസുകാരാണ്. ബൂസ്റ്റ് എടുത്തോ. പറക്കന്നെ. ഒന്നും നോക്കണ്ട. ഡയറക്റ്റ് കടലിൽ നിന്ന് എത്തി കിട്ടിയാൽ മതി. നമ്മൾ രക്ഷപ്പെട്ടു. അത്രേ ഉള്ളൂ. കടലിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. പോ 5 സ്റ്റാർ വണ്ടി ലെവലായതുകൊണ്ട് അത്രയും ഹാർഡാണ്. കടലിൽ ചാടി. ഫാസ്റ്റ് കഴിഞ്ഞ അതിൻ്റെ കൊടുക്കോ. എസ്കേപ്പിംഗ് ഇതിന് ചുറ്റും ഞാൻ കറങ്ങിക്കൊണ്ടിരിക്കാം. നമ്മൾ സാന്റാക്ലോസിൻ്റെ ഏരിയയിലൊക്കെ എത്തി. അതുകൊണ്ട് നമുക്ക് കയറേണ്ട ആവശ്യമില്ല, അവിടെ ഒന്നും കയറുന്നില്ല. സൂപ്പർ റിച്ച് കിട്ടും. ബ്രോ ഫൈനലി നമുക്ക് നമ്മൾ വീട്ടിൽ തിരിച്ചു പോവാം. അതാ എന്ത് പണ്ടാറത്. ഞാൻ നടന്നു പോണാണ്ട്. അത് വേണ്ടില്ല, അതാ മിക്കവാറും വേണ്ടി വരും. റിച്ച് കണ്ടുപിടിച്ചിട്ട് റിച്ചിയുടെ വീട്ടിലേക്കാണ് പോകും. റിച്ചിയുടെ വീട്ടിൽ തന്നെ ചെയ്യാം, അത് വേറെ കാര്യം. നമ്മൾ പോലീസ്മാനെ എടുത്തിട്ടാണ്, പോലീസ് കാറൊക്കെ എടുത്തിട്ടാണ് പോകണം. പോലീസ് എന്തൊരു കഴിച്ചു. കേട്ടാ ഇതിൻ്റെ മുൻഭാഗം കണ്ടാലും മതി. റിച്ചിൻ്റെ സ്പെഷ്യൽ എബിലിറ്റീസ് ഒന്നും പറയണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഫ്രീസ് ദ ടൈം അങ്ങനെ വൈബ് എബിലിറ്റിയാണ്. ഇത് ചാട് കയറ്റി അൺലോക്ക് ആയിട്ടില്ലേ, ഇത് നമുക്ക് ചാടിനെ കയറ്റി അൺലോക്ക് ചെയ്യാൻ പറ്റൂല. പോലീസുകാരെ നല്ല അടിപൊളി ഡ്രിഫ്റ്റൊക്കെ കേട്ടോ. ലെറ്റ്സ് ഗോ. ഫൈനലി നമ്മൾ ഗെയിം ബേസിക്കലി കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. പക്ഷേ നല്ലൊരു വീഡിയോസ് ഇനി നമ്മുടെ ചാനലുണ്ടാവും. അതുകൊണ്ട് എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് അടിച്ചിട്ട് വീഡിയോ വീണ്ടും കണ്ടിരിക്കുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് എടുക്കാൻ ഉറപ്പായും മറക്കരുത് കേട്ടോ. നമ്മൾ ചെറിയൊരു ഗെയിമറാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ പരമാവധി സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. ഇപ്പം നമ്മളവിടെ എത്താനായിട്ടുണ്ട്. സ്പീഡ് ചെയ്തട്ടാ. നമ്മളെ കാറ് പോലീസ് കാർ ആയിക്കോട്ടെ അല്ലേ, പോലീസ് കാർ ആയിക്കോട്ടെ നമ്മളെ കാറ്. ഇപ്പോൾ റിച്ച് കേട്ടോ ചേട്ടാ. ഓക്കെ, ഇനി മുതൽ നമ്മളെ കാറ് ഇതായിരിക്കും. നമുക്ക് ഗെയിം സേവ് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഇവിടെ മൊത്തം പാർട്ടിയപ്പോൾ മോൻ ജാഗ് ഇവിടെ നിന്ന് കളിക്കും. റിച്ച് അവിടെ നിന്ന് കൂത്താട്ടാണ് ജയിലിൽ നിന്ന് കുറേ വർഷത്തിന് ശേഷം പുറത്തു വന്നപ്പോൾ മൊത്തം വഴിയാണ്, മൊത്തം സീനാണ്. ഇവിടെ ആദ്യം ഈ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ.
അങ്ങനെ ഫൈനലി അഥവാ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ടീച്ചറെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കയറിയേക്കാം. വണ്ടർഫുൾ. ചെറിയ വീട് കേട്ടോ, ജാക്കിൻ്റെ അത്ര ഒന്നും ഇല്ല. ഒന്ന് അല്ല ബാത്റൂം നോക്കി. ജാക്കിൻ്റെ സൂപ്പർ പവർ കാണിച്ചു തരാം, അല്ല എബിലിറ്റി കാണിച്ചു തരാം. ഇതൊക്കെ ഞാൻ ലോഞ്ച് ചെയ്യാം. നോക്കുകയാണെങ്കിൽ തന്നെ ആക്കിയിട്ട് ഞാനിട്ട് പോവാം. ഞാനിട്ട് ഞാനല്ല വന്നത്, അത്രയുള്ളൂ, ഞാനല്ല വന്നത്. ഫണ്ട് അടിച്ചു പോകാനാണ്, അതുകൊണ്ട് ഞാനല്ല വന്നത്. ഓക്കെ, ഇത് എനിക്ക് അയച്ച് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. നമ്മൾ പോലീസുകാരോട്ടെ, നമ്മൾ കാര്യങ്ങൾ പോലീസായിരുന്നു എല്ലാവരും അങ്ങനെ വിചാരിച്ചോട്ടെ. നമ്മളാരും തെറ്റിദ്ധരിക്കാൻ പാടില്ലല്ലോ. നമുക്ക് ഇതെടുത്തിട്ട് ഒരാളുടെ മേത്ത് കൊണ്ട് ഇട്ടോക്കാം. അപ്പം അങ്ങനെ നടക്കാം. പോലീസിൻ്റെ മേത്ത് കൊണ്ട് ഇട്ടോക്കട്ടെ. ഇതെന്ത് ഒരേ കൊണ്ട് മാറില്ലേ? ഇത് നമ്മളിവിടെ കൊടുന്നിട്ടാ? അത് ശരി, പറയണ്ടേ. നമ്മളതിൻ്റെ മുകളിൽ കയറിക്കാം. അതിൻ്റെ പോലീസ് അമ്മാവൻ ഇരിക്കല്ലേ. ഓടെ ഇടുക്ക്. നമ്മളെല്ലാം കൊല്ലാൻ പോണത് ഇവനാണ് മാസ് കില്ലറാണ്. പ്രൊഫഷണൽ ഡ്രൈവറായിട്ട് എന്തായാലും. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാതായിരിക്കും. ടാറ്റ ആൻഡ് ഗുഡ് ബൈ.